നമ്മുടെ ബാബുവേട്ടന് രാവിലെ പെട്ടെന്ന് തന്നെ എണീറ്റ് തന്റെ ജോലികളൊക്കെ വളരെ ഉന്മേഷത്തോടെ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ കുറച്ച് ദിവസമായിട്ട് ബാബുവേട്ടന് പെട്ടെന്ന് എണീക്കാൻ കഴിയുന്നില്ല. അതായത് പെട്ടെന്ന് എണീറ്റ് കാല് നിലത്ത് കുത്തുമ്പോ തന്നെ ഉപ്പൂറ്റിയില് കഠിനമായിട്ടുള്ള ഒരു വേദന, ഒരു ഷോക്ക് അടിക്കുന്ന പോലത്തെ വേദന. അപ്പൊ ബാബുവേട്ടൻ വിചാരിച്ചു കുറച്ച് ദിവസമായിട്ട് ഈ വേദന ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, എനിക്കിത് വല്ല വാദത്തിന്റെ അസുഖം വന്നതാണോ എന്ന് വിചാരിച്ചു. അപ്പൊ ബാബുവേട്ടൻ കുറച്ച് വെയിറ്റ് ചെയ്തു, ഇത് മാറുന്നുണ്ടോ നോക്കാൻ. പക്ഷെ രാത്രി ആകുമ്പോ കുറച്ച് കുറയുന്നുണ്ട്. പിന്നെ രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത് ബാബുവേട്ടന് കഠിനമായിട്ടുള്ള വേദന ഉണ്ട്. പക്ഷെ കുറച്ച് കുറച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ വേദന കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ ബാബുവേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസിലെ ജീവനക്കാരനാണ്. അപ്പൊ കുറച്ച് സമയം നിൽക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് വണ്ണുള്ള ആളാണ് ബാബുവേട്ടന്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ചപ്പൽ എന്ന് പറഞ്ഞാല് കുറച്ച് ഹാർഡായിട്ട് ഉള്ള ചെരുപ്പമാണ്. അപ്പൊ ബാബുവേട്ടന് സംഭവിച്ചത് എന്താന്ന് വെച്ചാല് പ്ലാന്റാർ ഫാഷൈറ്റിസ് എന്നുള്ള അസുഖമാണ്. അതായത് ബാബുവേട്ടന് കുറച്ച് വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചെരുപ്പ് ഉപയോഗിക്കുന്ന കുറച്ച് ഹാർഡായിട്ടുള്ള ചെരുപ്പാണ്. അതുപോലെ കുറച്ച് വെയിറ്റ് നിരന്തരം ദിവസേന വെയിറ്റ് ബെയർ ചെയ്യുന്ന പണികളൊക്കെ എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ബാബുവേട്ടന്റെ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത് കുറച്ച് ചെറിയ ചെറിയ പൊട്ടലുകളും കുഞ്ഞു കുഞ്ഞു പൊട്ടലുകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കുറച്ച് ഇൻഫ്ലമേഷൻ, വീക്കൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് രാത്രിയാവുന്ന സമയത്ത് ഇതിന്റെ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് ഈ ഫേഷ്യ കുറച്ച് ചുരുങ്ങും. പക്ഷെ രാവിലെ ആവുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന സമയത്ത് ഇതിന്റെ വേദന കൂടുകയും ചെയ്യും. കുറച്ച് കുറച്ച് നടക്കുന്ന സമയത്ത് ഈ ഒരു പ്ലാന്റർ ഫേഷ്യ കുറച്ച് വലിയുന്ന, കുറച്ച് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഈ വേദന കുറച്ച് കുറയും ചെയ്യും. അതുകൊണ്ടാണ് ബാബുവേട്ടന് കുറച്ച് നടക്കുന്ന സമയത്ത് വേദന കുറയുന്നത്. അപ്പൊ ബാബുവേട്ടന് ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകളും അതുപോലെ കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്ത സമയത്ത് ബാബുവേട്ടന്റെ ഈ പെയിന് റിട്ടേൺ ആയി. അതായത് പെയിന് കുറഞ്ഞിട്ട് ബാബുവേട്ടന് പഴയ പോലെ തന്നെ തുടരാൻ പറ്റി. അതായത് സ്ട്രെച്ചിങ് എക്സസൈസ് പ്ലാന്റർ ഫാഷൈറ്റിസിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു തോർത്തുമുണ്ട് എടുത്തിട്ട് നമ്മൾ ബെഡിൽ തന്നെ ഇരുന്നിട്ട് കാല് ഭാഗം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക, ഒരു തോർത്തുമുണ്ട് വെച്ചിട്ട്. അതുപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് അതും ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ കാല് അതിലൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നതും പ്ലാന്റർ ഫാഷൈറ്റിസിന്റെ ഈ ഫേഷ്യ കുറച്ച് സ്ട്രെച്ച് ചെയ്യാനും വേദന കുറയാനും വളരെ ഹെൽപ്ഫുൾ ആണ്.